നമസ്കാരം, വിനിയാണ്. വാലന്റൈൻസ് ഡേ ഒക്കെ വരികയല്ലേ, അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ഒരു റെയിൻ ഡ്രോപ്പ് കേക്ക് ഉണ്ടാക്കാം എന്ന് നോക്കാം. പല വിധത്തിലും പല രീതിയിലും ആൾക്കാർ ട്രൈ ചെയ്തിട്ട് അത് തെറ്റായി പോകുന്നു എന്നുള്ള ഒരൊറ്റ കാരണമാണ് ഈ റെയിൻ ഡ്രോപ്പ് കേക്ക് ഇത്ര എന്താ പറയാ ഹൈ റിസ്ക് ആയിട്ടുള്ള രീതിയിലുള്ള കുക്കിംഗ് എന്ന് പറയാൻ കാരണം. മിക്കവാറും ആൾക്കാർക്ക് തെറ്റിപ്പോവാറുണ്ട്. ഇന്ന് നമുക്ക് ഉണ്ടാക്കാം റെയിൻ ഡ്രോപ്പ് കേക്ക്. രണ്ട് വിധത്തിലാണുള്ളത്. ഒന്ന് വളരെ ക്ലിയർ, രണ്ടാമത്തത് ക്ലൗഡി, അതായത് ഒരു വെള്ള നിറം കലർന്നു കൊണ്ടിട്ടുള്ളത്. ഇന്ന് നമ്മൾ ക്ലിയർ ആയിട്ടുള്ളതാണ് ചെയ്യാൻ പോണ. ഇവിടെയുള്ളത് അഗർ അഗർ എന്ന് പറയുന്ന സംഭവം. നിങ്ങൾക്ക് പൗഡർ ആയിട്ട് കിട്ടുകയാണെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോ എനിക്ക് സ്ട്രിപ്പ് ആയിട്ടാണ് കിട്ടിയിരിക്കണം. ഇതിനെ ഇപ്പൊ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും. ഇതിപ്പോ വലുതായിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും പുതിയതായിട്ട് കാണുന്നവർക്ക് അത് അറിയണ്ടേ. അപ്പൊ ഇതിങ്ങനെയാണ് കിട്ടുക. എന്താ ഭംഗിയിൽ കെട്ടലും പൂട്ടലും ഒക്കെ ആയിട്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് അഴിച്ച് മാറ്റിയിട്ട് ടോട്ടലി നമുക്ക് ഒരു 900 ml വെള്ളം വേണട്ടുള്ളൂ. ഇതിലേക്ക് നമ്മള് ഏകദേശം 1 സ്പൂണോളം ഉള്ള അഗർ അഗറാണ് യൂസ് ചെയ്യണത്. ഇതിനെ ആസ് പെർ പാക്കറ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ 15 മിനിറ്റ് കുതിർത്ത് വെക്കണം. അതാണ് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോണ ഫസ്റ്റ് പ്രോസസ്. ഓക്കെ, അപ്പൊ വേണ്ടത് എടുത്തിട്ടുണ്ട്. അതായത് 1 സ്പൂൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെയൊക്കെ തെറിച്ചു, ഒന്നും കളയാൻ പറ്റില്ലേ. പക്ഷെ ഇതിപ്പോ യൂസ് ചെയ്യുന്നില്ല. അപ്പോ 1 സ്പൂണായിട്ട് 1 സ്പൂൺ ലെവലിലേക്ക് വരുന്ന ഒരു ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കാണാൻ ശരിക്കും ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇതിലേക്ക് 900 ml വെള്ളത്തിലത്തെ കുറച്ച് ഇതിനെ 900 ml വെള്ളത്തിന്റെ കുറച്ചെടുക്കുക. ടോട്ടൽ 900 ml എടുക്കുക. അതൊന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിനെ കുതിർത്ത് വെക്കുക. ഒരു 15 മിനിറ്റ് ഇങ്ങനെ കുതിർത്തിരിക്കട്ടെ. അപ്പോ ഞാന് എന്റെ പൂച്ചക്കുട്ടന്റെ ടൈമർ 15 മിനിറ്റിലേക്ക് സെറ്റ് ചെയ്യാണ്. അലാറം അടിച്ച ഉടനെ ഞാൻ ഇതിനെ ഹീറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് എന്നിട്ട് ബാക്കി നോക്കാം. 15 മിനിറ്റ് ആവട്ടെ. ഇപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനെ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മള് പഞ്ചസാര ഇട്ട് കൊടുക്കും. 4 സ്പൂൺ പഞ്ചസാര ഇട്ടു. ഇനി നന്നായിട്ട് ഇത് അലിയണ വരയ്ക്കും ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക. പഞ്ചസാരയും ഈ അഗർ അഗറും കൂടി കിടന്നിട്ട് നന്നായിട്ട് അലിയട്ടെ. ആദ്യം ആകെ കൂടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ ഇത് 2 ഉള്ളൂ. വെള്ളവും ഒഴിക്കുക, അഗർ അഗർ ഇടുക, പഞ്ചസാര ഇടുക. ദാറ്റ്സ് ഇറ്റ്. റെയിൻ ഡ്രോപ്പ് കേക്ക് ഇസ് റെഡി. പക്ഷെ ഇതിന്റെ ടെക്നിക്കാണ് പ്രശ്നം. ഒരുപാട് പേരുടെ പ്രശ്നവും അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് പേര് എന്നോട് പാലക്കാട് ഉള്ളി സംബന്ധിയുടെ സമയത്ത് ചോദിച്ചിരുന്നു, നിങ്ങൾ എന്താ ടീച്ചറാണോ, എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നേ. നോക്കൂ, അമ്മിക്കല്ലും ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അതേ രുചിയോട് കൂടിയിട്ട് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടിയോട് കൂടിയിട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ പറഞ്ഞു തരുന്നത്. അതല്ലാത്ത പക്ഷം എനിക്ക് ഒരുപാട് കമന്റ്സ് വന്നു, നീ ആരാ, ടീച്ചറാണോ? പറഞ്ഞു തരേണ്ട രീതിയിൽ പറഞ്ഞു തരുമ്പോ ടീച്ചർ ആണെന്ന് തോന്നിയാൽ യെസ്, പറഞ്ഞു തരുന്ന ആള് ഗുരു തന്നെയാണ്. അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ എടുക്കാൻ പഠിക്കണം. അതല്ലാത്ത പക്ഷം ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ കഷ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കമന്റ്സിനെ ഞാൻ ഇതാക്കുകയല്ല, പക്ഷെ സ്റ്റിൽ നീ ആരാ, ടീച്ചർ ആണോ എന്ന് ചോദിച്ചാ പഠിച്ചിട്ട് ഉള്ള രീതിയിലുള്ളത് കൊണ്ട് പറഞ്ഞു തരുന്ന സമയത്ത് ടീച്ചർ തന്നെ ആണല്ലോ. അപ്പോ ഈ ഒരു ചെറിയ സംഭവത്തിനെ വലുതാക്കിയിട്ടുള്ള രീതിയിൽ പറഞ്ഞു തരണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത്
എന്താണ് പറയാ, കുളമാവരുത്, നിങ്ങൾക്ക് നീറ്റായിട്ട് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് അതിങ്ങനെ സംഭവിക്കും എന്നുള്ളതിന്റെ ഡ്രോബാക്സ് പറഞ്ഞു തരുന്നത്. അതല്ലാത്ത പക്ഷം ഇതൊന്നും പറയാണ്ട് ടപ്പേന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യുമ്പോൾ അതുപോലെ വരണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് പല സമയത്തും കുക്കറി ഷോസിൽ കാണുന്ന അതേപോലത്തെ സംഭവങ്ങളൊന്നും നമ്മുടെ വീട്ടിലേക്ക് വരാത്തത്. എന്തുകൊണ്ട് വരുന്നില്ല? നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നില്ല. അതിന്റെ ഡ്രോബാക്സിന്റെ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല. ഇത് ഡ്രോബാക്സ് പറഞ്ഞു തരുന്ന സമയത്ത് നമ്മൾ തെറ്റുകാരാവുകയാണ്, നമ്മൾ കുറ്റക്കാരാവുകയാണ്. നിനക്ക് മാത്രമേ ഇത് ഉണ്ടാക്കാൻ അറിയുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാം, എന്തൊക്കെയോ കമന്റ്സ് വന്നു. ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ മാതിരി നല്ലത് മാത്രം എടുക്കുന്നു, അത്രേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ നല്ലത് മാത്രം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതും അതുപോലെ തന്നെയാണ്. ആകെ 3 ഇൻഗ്രീഡിയന്റേ ഉള്ളൂ. പക്ഷെ ഇത്രയും പറയാനുള്ള കാരണം എന്താ വെച്ചാൽ 7-8 പ്രാവശ്യം ഇതിന്റെ കണക്കൊക്കെ തെറ്റിപ്പോയിട്ട് തെറ്റായിട്ട് വന്നിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ് കേട്ടോളൂ പറയണത്. ഇതിപ്പോ നന്നായിട്ട് മിക്സ് ചെയ്ത് അലിയിക്കണം. സ്റ്റിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്, ഇത് അലിഞ്ഞു പോണം. ഇപ്പൊ നോക്കുക, ലേശം ചെറുതായിട്ട് അലിഞ്ഞു വരുന്നുണ്ട്. ആ സമയത്ത് ഇതാ 4 അവിടെ എവിടെയൊക്കെ കിടക്കുന്നുണ്ട്. എന്നാൽ കൂടിയിട്ട് നമുക്ക് ഈ സമയത്ത് ബാക്കിയുള്ള വെള്ളം ആഡ് ചെയ്യാം. കണ്ടോ, ഇനിയും അത് ഫുള്ളായിട്ട് അലിഞ്ഞിട്ടില്ല. ഇനി എല്ലാം അലിഞ്ഞിട്ട് പച്ചവെള്ളം പോലെ ആവും. അതാണ് നമ്മുടെ പരുവം. ഇനിയും കിടക്കുന്നുണ്ട് കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ വീഴുന്നുണ്ട്. അതൊക്കെ ഒന്ന് പോട്ടെ. ഇപ്പൊ നോക്കൂ, ക്ലിയർ വാട്ടർ, പച്ചവെള്ളം തിളപ്പിക്കണ പോലെ ഉണ്ട് അല്ലേ. ആ സമയത്ത് നമ്മൾ നിർത്തണം, വെട്ടി തിളക്കിയാണ്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ആറണം, കംപ്ലീറ്റ് കൂൾ ഓഫ്. എന്നതിന് ശേഷം നമുക്കൊരു ബൗളിൽ ഒഴിക്കാം. ഇനി നമ്മൾ ഇതുപോലത്തെ 3 ബൗൾ എടുക്കാം. ഡിസൈൻ ഒന്നും പാടില്ല, മുഴുക്കനെ ആയിരിക്കണം, റൗണ്ട് ഉള്ളൂ. ഇതിലേക്ക് ആറിയിട്ടുള്ള ഈ വെള്ളം അങ്ങോട്ട് ഒഴിക്കുക, കുറച്ച് കുറച്ച്. ഓക്കെ, 3 എണ്ണത്തിൽ ഒഴിച്ചല്ലോ. ഇനി ഇവിടെ 3 സ്ട്രോബെറി കഴുകി തുടച്ചു വെച്ചിട്ടുണ്ട്, അതിനെ ഇട്ട് കൊടുക്കും. ഓക്കെ, ബാക്കിയുള്ള ഇതങ്ങോട്ട് അതിൻ്റെ മേത്ത് കൂടെ അത്രയേ ഉള്ളൂ. ഇപ്പൊ നോക്കൂ, പച്ച വെള്ളത്തില് സ്ട്രോബെറി ഇട്ട് വെച്ചിരിക്കുന്ന പോലെ തോന്നും ഇല്ലേ? ഇനി എക്സാക്ട്ലി 30 മിനിറ്റ്, ഓക്കെ, കൂടുതൽ പോവണ്ട, എക്സാക്ട്ലി 30 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്തോളൂ. 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് എടുക്കുമ്പോഴാണ് ഉള്ളം കയ്യിൽ ഇങ്ങനെ വെക്കുമ്പോൾ കിളുക്കിളുക്കിളോന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളത്തിന്റെ തുള്ളി ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ തോന്നൂട്ടുള്ളൂ. അപ്പോൾ ഇത് വെക്കാം ഫ്രിഡ്ജിൽ 30 മിനിറ്റ്. വീണ്ടും ഞാൻ ടൈം സെറ്റ് ചെയ്യാൻ പോണു. ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. പതുക്കെ റൺ ദ നൈഫ് സ്ലോലി, പതുക്കെ കത്തിയിട്ടുള്ളൂ. എന്നിട്ട് look at that, wiggly wiggly wiggly. ഓഹോ, ആരോ വായുഗുളികയ്ക്ക് പോകും. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ അതിനെ ഒന്ന് ക്ലോസപ്പിൽ എടുക്കുമ്പോനെ ഇതിൻ്റെ ആ ഒരു മഴത്തുള്ളി പോലെ ഫീൽ ചെയ്യുന്ന ഒരു ടെക്സ്ചർ കണ്ടോ. ഞാനിവിടെ വെക്കാം. കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക്. ജസ്റ്റ് ഒരു മഴത്തുള്ളി വീണ പോലെ ഒരു ഫീലാണ് കിട്ടുന്നത്.
ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിപ്പോ ഞാന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് മാത്രം വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരു ഇളനീരൊക്കെ കഴിക്കുന്ന പോലെയുള്ള ഒരു ഫീൽ. എൻ്റെ മകനായിരുന്നു ഇതുണ്ടാക്കമ്മ പറഞ്ഞിട്ട് അവന് ഞാൻ കൊടുക്കട്ടെ. അവനാണ് ക്യാമറാമാൻ. How is it? Delicious. Okay. സൂപ്പർ ആയിട്ടില്ലേ? അതെ. അപ്പോൾ സ്ട്രോബെറി ഇപ്പം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മഴത്തുള്ളി പോലെ തോന്നിക്കുന്ന ഒരു സംഭവം. അതാണ് റൈസ്, കഴിക്കണതിൽ പേരടക്കം മറന്നു എന്ന് വേണമെങ്കിൽ പറയാം. റെയിൻ ഡ്രോപ്പ് കേക്ക്, ബാങ് ഓൺ, സൂപ്പർ. ഇത് സ്ട്രോബെറി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പറഞ്ഞ മെഷർമെൻറ്റിൽ തന്നെ ഉണ്ടാക്കി നോക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ വരില്ല. അതുകൊണ്ടാണ് വീണ്ടും ഇതുപോലെ വൺസ് അഗൈൻ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. ഓക്കെ, ഇതാണ് സംഭവം റെയിൻ ഡ്രോപ്പ് കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ദിസ് ഇസ് വിനി സൈനിങ് ഓഫ് ഫോർ വിനീസ് കിച്ചൺ. മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ബൈ.